നാം കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചുകൊണ്ടിരുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ നാം ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകമായ ചില പ്രിൻസിപ്പിളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടു ദൈവരാജ്യത്തിൻ്റെ തത്വം വ്യത്യസ്തമാണ്. മെജോറിറ്റിയെ നോക്കി പോകുന്ന ഒരു ദൈവമല്ല, ആവശ്യക്കാരനെ നോക്കി അവൻ്റെ ആവശ്യത്തിൽ അവനോട് സഹതാപം തോന്നി അവൻ ഏത് നിലയിലാണെങ്കിലും എത്ര ദൂരെയാണെങ്കിലും ആരും കാണാത്തവനാണെങ്കിലും അവനെ തേടിപ്പോയി കണ്ടെത്തുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടത്. ഇന്ന് അത് ലോകത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പിന്മാറ്റക്കാരനെ കുറിച്ച് ആണെങ്കിൽ സഭ എങ്ങനെയാണ് അവനുമായി ഡീൽ ചെയ്യുന്നതെന്നുകൂടെ അടുത്ത ഒരു ചിന്ത അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യ പ്രമാണം എങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന്റെ മഹാമനസ്കത ആദ്യം പറഞ്ഞ ശേഷം നീതിമാനായി ചിന്തിക്കുകയും ദൈവത്തെ കൊണ്ട് ആവശ്യമില്ലാതിരിക്കുന്ന 99 പേരെക്കാൾ പാപിയാണ്, തെറ്റുകാരനാണ്, എനിക്ക് ദൈവത്തെ ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരുവനെ നോക്കി പോകുന്ന കർത്താവ് അതേ സമയത്ത് തന്നെ പറയുകയാണ്, നീതിമാന്മാരായി ദൈവസന്നിധാനത്തിലായിരിക്കുന്ന ജനങ്ങൾക്ക് അവർക്കും പ്രത്യേകമായ ചില ചിന്താഗതികളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവര് പാലിക്കേണ്ട ചില കടമകളുണ്ട്. അതാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. 18-ാം അധ്യായത്തിൽ നാം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിന്റെ താഴോട്ട് കർത്താവ് തുടർമാനമായി പറഞ്ഞ ഭാഗം നമുക്ക് വായിക്കാം. 15 മുതലുള്ള വാക്യം. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവനെ ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷിയുടെ വായാൽ സകല കാര്യവും ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കഴിഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയെയും കൂട്ടാക്കഴിഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കൂ, ഇപ്പോൾ കർത്താവ് വളരെ ശക്തമായ നിലയിൽ പറയുകയാണ്, എല്ലാവർക്കും ദൈവത്തിന്റെ കരുണയുണ്ട്. എന്നാൽ ദൈവകരുണ പ്രാപിച്ച ജനങ്ങൾ ആരോടെങ്കിലും ഇടർച്ചയുണ്ടായി ആരെങ്കിലും പിഴച്ചാൽ അതിനും ചില ക്രമീകരണങ്ങളുണ്ട്. അല്ലാതെ അവരവർക്ക് ഇഷ്ടമുള്ള വഴിയെ വിട്ടുകളവാൻ ആരാഗ്രഹിക്കുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയും ആർക്കും ജീവിക്കുവാൻ അവകാശമില്ല. അതാണ് അതിന്റെ അർത്ഥം. നമ്മളോട് മഹാകരുണ കാണിച്ച ദൈവം, എപ്പോഴും കരുണ കാണിക്കുന്ന ദൈവം മഹാകരുണവാനാണെന്നും പറഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. അത് കർത്താവ് വളരെ കാര്യമായി ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, നിങ്ങളിൽ ആരിലെങ്കിലും ഒരുവൻ എന്ന് വെച്ചാൽ പുറത്തുള്ളവനല്ല, അകത്തുള്ളവൻ. അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സഹോദരൻ നിന്നോട് പിഴച്ചാൽ. അപ്പോൾ ദൈവവചനത്തെ കുറിച്ചാണ്. കാരണം താഴെ എന്തുകൂടെ ഉപയോഗിച്ചിട്ടുണ്ട്, സഭ എന്നും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സഹോദരൻ എന്നും സഭയെന്നും പ്രത്യേകമായി യേശു ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെ പുറത്താക്കണമെന്ന് പറയുമ്പോൾ അകത്ത് വന്നവനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ ക്രിസ്ത്യ ജീവിതം ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെയല്ല. വേദപുസ്തകം എന്താണ് അവനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവനായി ജീവിക്കണം. റിലേഷൻഷിപ്പ് എപ്പോഴും ദൈവത്തോടും മനുഷ്യനോടും നല്ല റിലേഷൻഷിപ്പ് ഉള്ളവരായി ജീവിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. കർത്താവ് അത് വേദപുസ്തകത്തിലുടനീളം പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ 10 കൽപ്പന കൊടുക്കുന്ന ഉടനെ മനുഷ്യൻ ദൈവവിഷയമായി എങ്ങനെയായിരിക്കണമെന്ന് 1, 2, 3, 4 കൽപ്പനകളിൽ പറഞ്ഞിട്ട് മനുഷ്യരോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് 5 മുതലുള്ള കൽപ്പനകളിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തോട് മാത്രം നല്ല മനസ്സാക്ഷി ഉണ്ടായി ദൈവസന്നിധാനത്തിൽ ജീവിക്കുന്ന ഒരു ജീവിത സമ്പ്രദായമല്ല ക്രിസ്ത്യൻ ജീവിതം. നമ്മെ ദൈവം ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നവനെ നാം ദൈവത്തോട് എങ്ങനെ നാം നല്ല മനസ്സുള്ളവരായിരിക്കുന്നുവോ അതുപോലെ തന്നെ
സഹോദര വർഗങ്ങളോടും നല്ല മനസ്സാക്ഷിയുള്ളവരായി, നല്ല ബന്ധമുള്ളവരായി, അവർക്ക് ദോഷം ചെയ്യാത്തവരായി ജീവിച്ചില്ലെങ്കിൽ അത് ദൈവം അംഗീകരിക്കുന്നില്ല. ദൈവത്തിന്റെ പ്രമാണത്തിൽ ഇത് രണ്ടുപേരുമുണ്ട്. അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് ചോദിച്ചപ്പോൾ യേശു പറയുകയാണ്, നീ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും സ്നേഹിക്കുകയും അതിന് തുല്യമാണ് നിന്റെ അയൽവക്കക്കാരനെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഈ ഒരെണ്ണം എടുത്ത് ഒരു സൈഡിലും മറ്റേത് മറു സൈഡിലും വെച്ചിട്ട് നമുക്ക് നടുക്കൂടെ നടന്നു പോകുവാൻ പറ്റിയില്ല. ഇത് രണ്ടും ഒരുപോലെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ബന്ധമാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ 10 കൽപ്പനയിൽ അങ്ങനെയാണെങ്കിൽ 10 കൽപ്പനയെ മുഴുവൻ ചുരുക്കി രണ്ടായി പറയുമ്പോഴും യേശു പറയുന്നത് ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യനോടുള്ള ബന്ധവും ഒരേ രീതിയിൽ ശ്രേഷ്ഠമായി ഇരുന്നാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. വേദപുസ്തകം ഉടനീളം അതിനെ ശക്തിയുക്തമായി പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇവിടെ യേശു ഇത് സംസാരിക്കുന്നത്. യേശു സംസാരിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരുവൻ ഇടർച്ച വന്നിട്ട് ഇടർച്ചയായി നിങ്ങൾക്ക് പാർക്കുവാൻ പറ്റുകയില്ല. അതല്ലേ നോക്കൂ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവനെ ബോധം വരുത്തുക. ഇവിടെ മാത്രമല്ല യേശു പറഞ്ഞത്, നാം ആരാധനയ്ക്ക് പോകുമ്പോൾ മത്തായി സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞ സമയത്ത് 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലും തെറ്റ് ചെയ്തവനല്ല ആദ്യം ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. നാം പലപ്പോഴും അവൻ വന്ന് മാനസാന്തരപ്പെടട്ടെ, അവൻ വന്ന് ക്ഷമയോദിക്കട്ടെ, അവനല്ലേ എന്നോട് തെറ്റ് ചെയ്തത് എന്നുള്ള ചിന്താഗതിയാണ് മാനുഷിക ചിന്താഗതി. എന്നാൽ കർത്താവിന്റെ രാജ്യത്തിന്റെ ചിന്താഗതി മാനുഷിക ചിന്താഗതിയല്ല. ദൈവത്തിന്റെ പ്രത്യേകമായ നിയമം നാം അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ തലങ്ങളിലും മനുഷ്യൻ തെറ്റ് ചെയ്യുന്നവനാണ് വന്ന് നിരപ്പ് പ്രാപിക്കേണ്ടത്. അത് ആവശ്യമാണ്, വേണ്ട എന്നല്ല കർത്താവ് പറഞ്ഞത്. അവൻ ചെയ്തില്ലെങ്കിലും തെറ്റ് എന്നോടാണ് ചെയ്തതെങ്കിൽ ഞാൻ അതിനകത്ത് ഉത്തരവാദി അല്ലെങ്കിൽ പോലും ഞാൻ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് അവനുമായി ക്രമീകരണം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന പ്രത്യേക നിയമമാണ് ദൈവരാജ്യത്തിന്റെ തത്വം. നോക്കിക്കേ, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ യേശു പറയാണ്, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാൻ. വളരെ ശക്തമായി പറഞ്ഞിരിക്കുന്നു. നിയമം ഉണ്ട്. മറ്റവൻ വന്ന് ക്ഷമയോദിച്ച് രമ്യം പ്രാപിക്കുവാൻ കാത്തിരിക്കേണ്ട ആവശ്യം ആർക്കില്ല? ഒരു ദൈവ പൈതലിന് ഇല്ല. അപ്പോൾ ബാക്കിയുള്ള സിദ്ധാന്തങ്ങളെല്ലാം ലോകത്തിന്റെ സിദ്ധാന്തങ്ങൾ നാം പാലിക്കണമെന്നില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ നിയമം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായാൽ മാത്രമേ ദൈവരാജ്യത്തിന്റെ അനുഭവം നമുക്ക് ചെയ്യുവാൻ കഴിയുള്ളൂ. കാരണം എന്താ? യേശു അങ്ങനെയാ ചെയ്തത്, ദൈവം അങ്ങനെയാ ചെയ്തത്, പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചത് അല്ലെങ്കിൽ ആദത്തെയും അവരുടെയും അടുക്കലേക്ക് യഹോവയായ ദൈവം ഇറങ്ങി വന്നത് അവന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ശേഷമല്ല. ദൈവം അവരെ തേടി ഇറങ്ങി വരികയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് നാം ശത്രുക്കൾ ആയിരിക്കുമ്പോൾ തന്നെയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ച് ബോധം വരുത്തി നമ്മെ സത്യമായ നിലയിൽ നടത്തുന്നത് നാം ദൈവത്തിന്റെ സന്നിധാനത്തിൽ പാവനമായ ജീവിതം ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. നമ്മുടെ അവസ്ഥയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നേ നമ്മളെ കൺവിക്ട് ചെയ്ത് നമ്മെ നേരായ പാതയിൽ നടത്തുന്നതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അപ്പോൾ ത്രിയേക ദൈവം എവിടെയെല്ലാം മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ഇടപെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവമാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. യേശു വളരെ ശക്തമായി പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ
വന്നത്. അപ്പോൾ അതേ മാതൃക നാമും പിന്തുടരുവാനായിട്ടാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആരാധനയേക്കാൾ പ്രാധാന്യമായി ദൈവം കൽപ്പിക്കുന്നത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. നാം വിചാരിക്കും ആരാധിക്കുന്നതാണല്ലോ പ്രാധാന്യം. അതിന് പ്രാധാന്യമുണ്ട്. ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കിയത് ദൈവവുമായി ബന്ധത്തിൽ അവന്റെ മുഖം നോക്കി സന്തോഷിച്ച് ആരാധിക്കുവാനായിട്ടാണ്. എന്നാൽ ആ ആരാധന ചെയ്യണമെങ്കിൽ ദൈവം പറയുന്നു നിരപ്പ് ആദ്യം നടന്നിരിക്കണം. ഇതാണ് ദൈവരാജ്യത്തിന്റെ പ്രത്യേകത. നാം എന്ത് ചെയ്യണം? ഇനിഷ്യേറ്റീവ് എടുത്ത് നാം ആണ് വ്യക്തിമെങ്കിൽ പോലും നമ്മെ ഒഫൻഡ് ചെയ്ത വ്യക്തിയുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് അവരുമായി നിരപ്പ് പ്രാപിക്കണം എന്ന് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ് അതൊരു സാധാരണ വായിൽ നിന്ന് വന്നൊരു വാക്കല്ല എന്ന് തെളിയിക്കുവാൻ, അത് കർത്താവ് തന്റെ രാജ്യത്തിന്റെ തത്വമാണെന്ന് ഗ്രഹിപ്പിക്കാൻ ഇവിടെയും രണ്ടാമത് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, എന്താണ്? നിങ്ങളിൽ ഒരുവൻ അല്ലെങ്കിൽ സഹോദരൻ പിഴച്ചാൽ നീയെ അവന്റെ അടുക്കൽ ചെന്ന് അവനെ ബോധം വരുത്തുക. നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം ഇനിഷ്യേറ്റീവ് എടുത്ത് അവനെ നേടിക്കൊണ്ടുവരുവാൻ നാം വളരെ കാര്യമായി ശ്രമിക്കണം. അല്ലാതെ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തുവാൻ ചെയ്തത് കൊണ്ട് കാര്യമില്ല. എനിക്ക് അവനുമായി പ്രോബ്ലം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ചെന്ന് സഹോദര എന്നോട് നിനക്ക് വല്ലതും ഉണ്ടെങ്കിൽ വിട്ടുകളക എന്ന് പറഞ്ഞ് ഉഴപ്പിന്റെ ഒരു പരിപാടിയാണ് ഇത്. കാരണം എന്താ? അവൻ നിന്നെ കേട്ടില്ലെങ്കിൽ പിന്നെയും സ്റ്റെപ്പ് പറഞ്ഞിരിക്കുക. അവിടെ കൊണ്ട് നിൽക്കുന്നില്ല, പിന്നെയും അടുത്ത സ്റ്റെപ്പ് പറഞ്ഞിരിക്കുക. അപ്പോൾ നീ കാര്യമായി അവനെ നേടുവാൻ എന്തോ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഇനിഷ്യേറ്റീവ് എടുത്തേ മതിയാകുള്ളൂ. ഒരു പ്രാവശ്യം പറഞ്ഞ് നിന്റെ പരിപാടി തീർത്തു എന്ന് പറയുന്നതല്ല, അവനെ നേടുവാൻ ദൈവം തമ്പുരാൻ ശ്രമിക്കുവാൻ പറഞ്ഞിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അടിസ്ഥാനത്തിൽ അവനെ മടക്കിക്കൊണ്ടുവരുന്നോളം ശ്രമിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് വളരെ ശക്തമായ ഒരു വാക്യമാണ്. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഒരു നേർച്ച നേർന്നതുപോലെ ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു, ഇനിയും അവന്റെ കാര്യമാണ്, ബോൾ അവന്റെ കോർട്ടിലാണ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, സന്തോഷിക്കാൻ പറ്റുകയില്ല. അവൻ നീ മാത്രം ചെന്ന് പറഞ്ഞിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നോ രണ്ടോ മൂപ്പന്മാരുമായി കടന്നു ചെന്ന് അടുത്ത സ്റ്റെപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, നീ തെറ്റുകാരനല്ലെങ്കിൽ പോലും തെറ്റുകാരനെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം തമ്പുരാൻ നമ്മളിൽ തന്നിരിക്കുന്ന ഉത്തരവാദിത്വം, ദൈവം നമ്മോട് ചെയ്യുന്ന അതേ കാര്യം നമ്മളോട് വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളെ കൺവിക്ട് ചെയ്യുന്നത് പോലെ തന്നെ നാം ചെന്ന് തെറ്റുകാരനെന്ന് നാം വിധിച്ചിരിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ അവനെ മടക്കിക്കൊണ്ടുവരുവാനുള്ള താല്പര്യത്തോടെ നാം ഇടപെടണമെന്നർത്ഥം. കാരണം നമ്മുടെ ഉദ്ദേശം അവനെ മടക്കിക്കൊണ്ടുവരിക ആയതുകൊണ്ട് നമ്മുടെ അപ്രോച്ച് വ്യത്യാസമായിരിക്കണം. അത് വ്യക്തമായി കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച ദൂതൻ ലഭിച്ച പൗലോസ് എടുത്തു പറയുന്നുണ്ട്. അത് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കർത്താവിൽ നിന്നൊക്കെയും പ്രാപിച്ചു കഴിഞ്ഞുടനെ തനിക്ക് ബോധ്യമായി എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരുവൻ തെറ്റ് ചെയ്താൽ ആത്മീയരായ നാം, അപ്പോൾ തെറ്റ് ചെയ്തവൻ ആരല്ല? ആത്മീയനല്ല. അപ്പൊ നാം ആണ് വിചാരിക്കുന്നത് തെറ്റ് ചെയ്യാത്ത നാമാണ് ആത്മീയൻ. അപ്പോൾ ആത്മീയരായ നാം എന്ത് ചെയ്യണം? വീണ്ടും ഇനിഷ്യേറ്റ് ചെയ്യണം. എന്താണ് നാം ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മനോഭാവം വ്യത്യാസമാക്കണം. നമ്മളെ കുറിച്ച് നാം ചിന്തിക്കണം, എനിക്കും ഇത് വരുവാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഒരുവൻ തെറ്റുകാരനായി പോയാൽ അവനെ തഴയാനല്ല അവന്റെ ഭാരവും അവൻ മടങ്ങി വരുമ്പോഴോ ആ ഉത്തരവാദിത്വവും നമ്മുടെ മുകളിലുണ്ട് എന്ന് മനസ്സിലാക്കി
അതാണ് ക്രിസ്തുവിന്റെ ന്യായപ്രമാണം, പ്രവൃത്തിയുടെ രീതി, അല്ലെ? ന്യായപ്രമാണം പ്രവൃത്തിയുടെ നിയമങ്ങളായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ന്യായപ്രമാണം, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം, മറ്റുള്ളവരെ കൂടെ ഉൾക്കൊണ്ട് അവനെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു ചിന്താഗതിയാണ് നമ്മളോട് ദൈവം പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്ഥിതി എന്താണ്? നാം ആണ് ആത്മീയരെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അപ്പോസ്തലന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യണം. യേശു പറഞ്ഞ അതേ ഭാഗത്താണ് അപ്പോസ്തലൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അല്പമെങ്കിലും മറ്റേ ആളെക്കാൾ ആത്മീയ നിലവാരമുണ്ട് എന്ന് എനിക്ക് ചിന്തയുണ്ടെങ്കിൽ ആത്മീയരായവരോട് ദൈവം തമ്പുരാൻ പറയുന്നത് നിങ്ങൾ വ്യത്യസ്തമായ ആത്മീയരെ പോലെ ഇടപെടണം. എങ്ങനെയാ ഇടപെടണ്ടേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ മനോഭാവം വ്യത്യാസം വരണം. എന്താ മനോഭാവം? എനിക്കും ഇത് തന്നെ സംഭവിക്കാമായിരുന്നു, അല്ലെങ്കിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്തോ തോന്നും, പൊതുവെ ഒരു സഹാനുഭൂതി, മനസ്സലിവ്, കരുണ തോന്നും. എനിക്കാണെങ്കിൽ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ പോലീസുകാര് വാഹനം പിടിച്ചിടുമ്പോൾ ആ പിടിച്ചിട്ടവരോട് വളരെ സങ്കടം. കാരണം നമ്മളെയും പിടിക്കാമായിരുന്നു, അല്ലെങ്കിൽ നാം പുറകിലുള്ള ഈ സ്പീഡിൽ വന്നത് കാണാതിരുന്നത് ഇവരെ പിടിച്ചത് കൊണ്ടാണ്, അല്ലെ? അല്ലെങ്കിൽ നാം ആണ് ആ സമയത്ത് വന്നിരുന്നെങ്കിൽ ഇവരെ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്നെയും പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് പിടിച്ചിട്ടവനെ കുറിച്ച് എപ്പോഴും എനിക്കൊരു ചിന്തയാണ്. ആ ചിന്തയാണ് ഇവിടെ കർത്താവും ദൈവത്തിന്റെ ആത്മാവ് പൗലോസിൽ കൂടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ദൈവാത്മാവ് ഉള്ള ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കുവാൻ ഈ വാക്യങ്ങളൊക്കെ നമ്മെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് എന്ത് വേണ്ട? മറ്റുള്ളവൻ വരുവാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല. കാരണം അവനെ പോലെ ഞാനും പാപം ചെയ്യുവാൻ, തെറ്റ് ചെയ്യുവാൻ, വെളിയിൽ പോകുവാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ കൃപയാൽ ഞാൻ വീണില്ല. എനിക്ക് വീഴുവാൻ സാധ്യതയുണ്ട്. ഇവിടെ മാത്രമല്ല, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് മറ്റ് വേദഭാഗങ്ങളിലും അപ്പോസ്തലൻ നമ്മെ ഓർപ്പിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ആ ചിന്താഗതി ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് ഈ മുകളിൽ പറഞ്ഞ അനുഭവം നമുക്കുണ്ടാകും. ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുക. അവനെ കുറ്റക്കാരനെ പോലെ കാണാനല്ല, പിന്നെന്താ, അവനെ അയ്യോ അബദ്ധം പറ്റി, അവന് ഇത് സംഭവിച്ചു പോയല്ലോ എന്നുള്ള മനോഭാവത്തോടെ, സ്നേഹത്തോടെ, അനുകമ്പയോടെ ദയ കാണിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. എന്നിട്ട് അടുത്ത വാചകം പറയാ, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. ഇപ്പോൾ ഇവനാണ് ഭാരമുള്ളത്, അവനാണ് യഥാർത്ഥത്തിൽ വിഷമമുള്ളത്. പക്ഷെ അവന്റെ ഭാരം നമ്മുടെ ഭാരമായി എന്തോ ചെയ്യണം? നാം ഏറ്റെടുക്കണം. ഈ വാക്യം നാം പലയിടത്തും പല കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ എന്ന് പറയുന്ന ഉടനെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗിക്കും. പക്ഷെ ഈ കോണ്ടെക്സ്റ്റിൽ എന്താ പറയുന്നത്? ഭാരം അവൻ വഹിക്കുകയാണ് തെറ്റ് ചെയ്തതിന്റെ. ആ ഭാരം നിനക്കുണ്ടെങ്കിലാണ് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ആ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വളരെ ശക്തമായി പറഞ്ഞിരിക്കുന്നു, ഈ ക്രിസ്തീയ പ്രമാണം, ദൈവരാജ്യത്തിന്റെ പ്രമാണം മറ്റുള്ള പ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു വ്യക്തിയെ മടക്കിക്കൊണ്ടുവരുവാൻ. കാരണം അവനെ പോലെ തന്നെ നാമും അവന്റെ തെറ്റിൽ, അവന്റെ കുറവിൽ, അവന്റെ പരാജയത്തിൽ ദുഃഖമുള്ളവരായി. കർത്താവിന്റെ ഹൃദയമാണ് ഒരുവൻ തെറ്റ് ചെയ്യുന്ന ഉടനെ അവനെ കുറിച്ചുള്ള ഭാരം. ആ ഭാരം നമുക്കും എന്ത് വേണം? അതേ രീതിയിൽ ഉണ്ടെങ്കിൽ മനസ്സലിവോടെ ആണ് നാം ഇടപെടുന്നത്. എന്നാൽ ഓരോരുത്തരോടും എങ്ങനെ ഇടപെടണമെന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ അവനവന്റെ അവസ്ഥ കണ്ടിട്ട് വേണം ഇടപെടുവാൻ എന്നുകൂടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല നാം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. അവിടെ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിക്കൂ, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. എന്താ? പിന്നെയും എടുത്തു പറയുകയാണ്, നാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ
ഞാനതിനെ തിരിച്ചിടുകയാണ്. എല്ലാവരോടും ദീർഘക്ഷമ കാണിച്ചിട്ട് വേണം നാം കാര്യങ്ങൾ ചെയ്യുവാൻ. അപ്പോൾ കർത്താവ് കാണിക്കുന്ന മനോഭാവം എന്താ? ദീർഘക്ഷമ കാണിക്കുന്നു. നമ്മളോട് അവന്റെ കരുണ, ദയ വലുതാക്കുന്നു. എല്ലാവരോടും നാം ദീർഘക്ഷമ കാണിക്കണം. ചിലര് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവരായിരിക്കും, ചിലര് കോപിക്കുന്നവരായിരിക്കും, ചിലര് നമ്മെ പോലെ പക്വതയുള്ളവരല്ലായിരിക്കും, ചിലർ ആത്മീയരല്ലായിരിക്കും. പക്ഷേ നാം എന്തു ചെയ്യണം? എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. എന്നിട്ട് പിന്നെയും പറയുകയാണ്, ഉൾക്കരുത്തില്ലാത്തവരെ എന്തോ ചെയ്യണം? ധൈര്യപ്പെടുത്തുക. അപ്പോൾ ചിലരുടെ സ്വഭാവമാണ് എന്തെല്ലാം പറഞ്ഞാലും എത്ര പറഞ്ഞാലും ധൈര്യം ഉണ്ടാകും. അവരെ ധൈര്യപ്പെടുത്തിയേ പറ്റുകയുള്ളൂ. ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞു തന്നല്ലേ, ഇനി 3 പ്രാവശ്യം കൂടെ ഞാൻ പറയുകയുള്ളൂ, അതുകൊണ്ട് ഇനി ഞാൻ ക്ഷമിക്കയില്ല എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം താനോട്ട് വരുന്നത് ക്ഷമയുടെ പ്രമാണം. കർത്താവ് ഇത് പഠിപ്പിച്ച ശേഷം പിന്നെ എങ്ങനെയാണ് ക്ഷമിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ അത് നമുക്ക് സംസാരിക്കാം.